ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് സവാള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴണ്ട് വരുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പം തക്കാളിയും കറിവേപ്പിലയും ചേർത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. തക്കാളി നന്നായിട്ട് വെന്താൽ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മസാലപ്പൊടികൾ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ബീഫ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആദ്യത്തെ ഒരു വിസിൽ വരുന്നേരെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കുന്നത്. ബീഫ് നന്നായിട്ട് വെന്ത് വന്നാൽ പിന്നെ ഒരു മൺചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും ഇട്ടിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വന്നാൽ പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി റെഡി.